നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് മലയാള കലാനിലയം 22ാമത് വാർഷികോത്സവം രണ്ടാം ദിനത്തിൽ ആർട്ടിസ്റ്റ് പവിത്രൻ കൂത്തുപറമ്പ് സ്മരണാർത്ഥം ഛായാചിത്രം വരച്ച് പ്രമോദ് ചിത്രം ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ടിസ്റ്റ് ജിജീഷ് കൊളുത്തുപറമ്പിന്റെ ലീഫ് ആർട്ട് ചിത്രതലം പ്രദർശനവും സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് മലയാള കലാനിലയം 22ാം വാർഷികോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ ആർട്ടിസ്റ്റ് പവിത്രൻ കൂത്തുപറമ്പിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഛായാചിത്രം വരച്ച് പ്രമോദ് ചിത്രം പവിത്ര മണ്ഡപം ഉദ്ഘാടനം ചെയ്തു. വേറെ ഒരു കലക്കമില്ലാത്തൊരു മേന്മ എന്ന് പറഞ്ഞാൽ ചിത്രം ഏത് ആൾക്ക് എവിടെ വെച്ച് കണ്ടാൽ ആ ചിത്രത്തിന് ആസ്വദിക്കാൻ പറ്റും. വേറൊരു ക്ലാസിക്കൽ കല നമ്മൾ ചിട്ടപ്പെടുത്തിയ കുറേ കലകൾ അത് ചില സമയം ഭാഷേൻ്റെ പരിമിതികളുണ്ടാവും, അല്ലെങ്കിൽ എഴുത്തിൻ്റെ സാഹിത്യത്തിലാണെങ്കിൽ ഭാഷേൻ്റെ പരിമിതികളുണ്ടാവും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഏത് ചിത്രം എവിടെ വെച്ചിട്ട് ആർക്ക് കണ്ടു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മാത്രമല്ല നമുക്ക് ഒരു ലളിത കലയാണ് ചിത്രം. എങ്ങനെയും ചെയ്യാം, നമ്മളൊരു വ്യക്തിനിഷ്ഠമാണ്. ഈ കുട്ടികളെ നമുക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് ഭാവന ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കും. ഒരു മുതിർന്നയാൾക്ക് നമ്മൾ പലതും പല ആളെയും നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ശരിയാവുമോ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അതൊന്നുമില്ല. കുട്ടികൾ വരക്കുമ്പോൾ അവരെ ഭാവന മുഴുവനും ആ ചിത്രത്തിൽ കണ്ട ഇവിടെ കളർ എടുത്തിട്ട് ഇവർ അടിക്കുക ചെയ്തിട്ടുണ്ട്. ഒരു മുതിർന്ന ആൾ അങ്ങനെ ഒരു ആ ചിത്രം ഇങ്ങനെ ഇത്രയും കളർ എടുക്കാൻ അവർക്കുള്ള ധൈര്യം വരും. പക്ഷേ ഈ കുട്ടികൾ എന്ന് പറയുന്നത് അവരെ ഭാവന മുഴുവൻ അവരിനകത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രകാശൻ തൈക്കണ്ടി ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. ആർട്ടിസ്റ്റ് ജിജീഷ് കൊളുത്തുപറമ്പിന്റെ ലീഫ് ആർട്ട് ചിത്രദള പ്രദർശനവും കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ ജയപ്രകാശ് പന്തക്ക അധ്യക്ഷത വഹിച്ചു. ലീഫ് ആർട്ട് ചിത്രദള പ്രദർശനം നാഷണൽ സർവീസ് സ്കീം ജില്ലാ കൺവീനർ പ്രേംജിത്ത് KM ഉദ്ഘാടനം ചെയ്തു. മനോഹരമായിട്ട് ശ്രീ ജിജീഷ് അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കലാകാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനകൾ, അദ്ദേഹത്തിൻ്റെ സർഗാത്മകതകൾ ഉൾപ്പെടെ കഴിവുകൾ സമൂഹത്തോട് നിരന്തരം സംവദിക്കുന്ന ആൾക്കാരാണ് കലാകാരന്മാർ. അതിന് ഉപയോഗിച്ചൊരു മാധ്യമം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാധ്യമമാണ്. ഇതിലൂടെ വീണ്ടും അദ്ദേഹത്തിന് ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഈ ഒരു സമൂഹത്തിലേക്ക് ഈ രീതിയിൽ വളരെ മനോഹരമായി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കലാനിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരം കാണുന്ന ഒരാളാണ്. മികച്ച കലാകാരന്മാരെ വാർത്തെടുക്കുന്നതോടൊപ്പം തന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ മികച്ച രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രിൻസിപ്പൽ ഗീത ടീച്ചർ, വിനോദ് നരോത്ത് എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി. സജീഷ് മഹേന്ദ്രൻ, വിജേഷ് നരവൂർ, ജിമോദ്, റിബിൻ, ബിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന് ആർട്ടിസ്റ്റ് അനൂട്ടി സ്വാഗതവും അജീഷ് വടവതി നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.